ഹായ് നമസ്കാരം. അപ്പോൾ ഞാൻ ഒരു പുതിയൊരു വീഡിയോവുമായിട്ടൊക്കെ உங்களுக்கு முன்னால் வரேன். நான் இதுக்கு முன்னால் ஒரு வீடியோ போட்டிருந்தேன். டாம்பிராம் சொல்லிட்டு நம்ம பாலக்காடு பிராமின்ஸோட தமிழை பற்றிட்டு சொல்லிட்டு லாங்குவேஜை பற்றி சொல்லிட்டு அதுக்கு நிறைய கமெண்ட்ஸும் நிறைய வியூஸும் கிடச்சிருந்தது. അപ്പോൾ അത് ഇന്നാൾ വേറൊരു റീല് பார்த்தேன். അതേ മാതിരിത്തെ അതോട് സമാനമായിട്ട് അപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വന്നത് അത് ടാംബ്രാം എന്നല്ല ചൊല്ലണം എന്ന് എന്നോട് அந்த കമൻറ്റ് വന്നതിൽ ഒരാൾ ചൊല്ലിയിരുന്ന സത്യമാക്കും. ടാംബ്രാം അല്ല, അത് പാലക്കാട് തമിഴ് ബ്രാഹ്മിൻസോട് ഭാഷയാക്കും നമ്മളോട്. സത്യത്തിൽ എത്ര നല്ല ഒരു അഴകാന ഭാഷയെങ്கிறது ഞാൻ അതിലേ ചൊല്ലിയിരുന്നേൻ. അപ്പോൾ നമ്മൾ കുട്ടികൾക്കെല്ലാം മാതൃഭാഷയെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ വാർത്ത ആകെ കൺഫ്യൂഷനാക്കും. நம்ம ഭാഷ തമിഴാ അല്ല நம்ம ഭാഷ മലയാളമാന്ന് എപ്പോഴും എല്ലാ കുഴന്തകളും நம்ம നാട്ടിൽ കേൾക്കിற ഒരു ചോദ്യമാക്കും. അത് ഏതൊക്കെ നമ്മൾ ഫില്ല് പണ്ടേണ്ടതെന്ന്. എന്നാൽ രണ്ടും നമ്മൾ പേശുவோம். ഞങ്ങൾ തമിഴും പേശുவோം, മലയാളവും പേശുவோം. അതേമാതിരി നമ്മൾ തമിഴ് പൊങ്കൽ, ദീപാവലി എല്ലാം നമ്മൾ നവരാത്രി எல்லாத்தையும் நாங்கள் கொண்டாடுவோம். அதே மாதிரி விஷு, ஓணம், തിരുവാതിരൈ അതും നമ്മൾ കൊണ്ടാടുவோம். അതും നമ്മൾക്ക് പ്രധാനമാക്കും പാലക്കാട്ടിൽ. അപ്പോൾ അതൊരു തനിയൊരു കൾച്ചറാക്കും നമ്മളോട്. പാലക്കാട് ബ്രാഹ്മിൻസോട് എത്ര അഴകഴകാ രണ്ടും കലന്ത്. ദീപാവലിക്കും നമ്മൾക്ക് എന്നെല്ലാം ചെയ്യണം എന്നുള്ളത് തെരിയും. നമ്മൾ അതെല്ലാം അതേമാതിരി വിധിവത്താ ചെയ്യുவோம். അതേമാതിരി നവരാത്രി നമ്മളോട് പാലക്കാട്ടിൽ നമ്മൾ നവരാത്രി കൊലു വെച്ച് നമ്മൾ പണ്ട ഒരു പൂജയും 3 നേരം കൊലുക്ക് പൂജ പണി കോവിലുകളിലെല്ലാം നമ്മ ഗ്രാമങ്ങളിലുള്ള കോവിലെല്ലാം നവരാത്രി വിളക്ക് ആഘോഷിച്ച് അതുക്ക് ദിവസം ഒരു പലഹാരം പണി എല്ലാ കുഴന്തകൾക്കെല്ലാം പൊട്ടളം കൊടുത്ത് എത്ര സന്തോഷമാക്കുന്ന നവരാത്രിയെ നമ്മൾ കൊണ്ടാടുவோம் இல்லையா? അതേമാതിരി പിന്നെ പാട്ട് പാട വെച്ച് കൊലുക്ക് ദിവസം രാത്രി ആരത്തി എടുത്ത് പിന്നെ കഴിയറത്ര എല്ലാ വീടുകളിലെയും നനയ്ക്കറിയാം. ഞാൻ എന്നോടാത്തിൽ ചൊല്ലിണ്ടിരുന്ന ലളിതാമ്പാൾ ശോഭനം വായിച്ച് அப்படி ரொம்ப നന്നാ കൊണ്ടാടുவோம். അതേമാതിരി ദീപാവലിയും നമ്മൾ നന്നാ അസാധ്യமாக കാലമ്പറ 4 മണിക്ക് ചൂടുവെള്ളം വെച്ച് അതിൽ കുളിച്ച് എണ്ണയെ തേച്ചിട്ട് കുളിച്ചിട്ട് എന്നിട്ട് പുതുവസ്ത്രം എല്ലാം പോട്ടുണ്ട് ദോശയും ചട്നിയും എല്ലാം ആയിട്ടുള്ള പലഹാരം കഴിച്ച് അതൊരു വേറെ തരത്തിൽ നമ്മൾ സന്തോഷமாக അതൊരു ഹാപ്പിയാക്കും ദീപാവലി. അതേമാതിരി താൻ നമ്മളോട് പിന്നെ വിഷു കാലം കാർത്തല്ല 4 മണിക്ക് പിന്നെ രാത്രി കണിയെല്ലാം വീട്ടിലുള്ള അപ്പ അമ്മ ഒരുക്കി വെച്ചിട്ട് നമ്മൾ രാത്രി കാലമ്പര എന്തെന്ത് അമ്മ കണ്ണ പൊത്തിൻ്റെ ഓരോരുത്തരെയാണ് ഇഴിപ്പിൻ്റെ വെന്ത് പലകയിൽ ഉക്കാത്തിയിട്ട് அந்த കണ്ണാടിയിൽ വിളക്ക് കൊളുത്തി വെച്ച് அந்த കണ്ണാടിയിൽ நம்ம முகத்தையும் பார்த்து சுற்றுமுள்ள அந்த கனிகளையெல்லாம் பார்த்து விஷக்கணிக்கு வச்சு ஒருக்கி இருக்கிற அந்த பல பழங்களும் பச்சைக்கறியும் எல்லாத்தையும் பார்த்துட்டு கையில் உடனே என்னோட அப்பா எல்லாம் உடனே தந்துடுவோம், அப்போவே தந்துடுவோம் விஷக்கை நீட்டம். அது இன்னொரு சந்தோஷமான ஒரு ദിവസമാക്കാം. அதுக்கு വേണ്ടിയിട്ട് இப்படி காத்துட்டுருப்போம் அந்த ഒരു விஷக்கை നീട്ടം கிடைக்கிறதுக்கு വേണ്ടിയിട്ട് ഇല്ല. അധികം നമ്മൾ സന്തോഷമാണ്. എന്താ മലയാളികളോടൊക്കെ വിഷു എന്നാൽ കേരളത്തോട് വിഷു അധികം കൊണ്ടാടുவோം. ഓണവും അതുപോലെ അത്തം തൊട്ട് 10 ദിവസം പൂക്കളം പോട്ട് ഓണം സദ്യ ഒരുക്കി ഉത്രാടവും തിരുവോണവും എല്ലാം ഗംഭീരமாக കൊണ്ടാടുவோம். അതാണ് നമ്മളോട് എങ്ങളോട് പാലക്കാട് ബ്രാഹ്മിൻസോട് ഒരു പ്രത്യേകത. തമിഴയും വിടമാട്ടവും മലയാളത്തെയും കൂടെ കൂട്ടിപ്പോവും. രണ്ടും ഒരുപോലെ നന്ന. അതും കൊച്ച മലയാളമോ കൊച്ച തമിഴോ ഒന്നുമല്ല. തമിഴ് പേശുന്നതും അഴകാന തമിഴിലെ പേശുவோம், മലയാളം പേശുന്നതും അഴകാന ശരിയാന മലയാളത്തിലെ പേശുவோம். அந்த மாதிரி ഒരു രണ്ടും ഒരുപോലെ കൈകാര്യം ചെയ്യാറ് വേറെ ഒരു ആൾക്കാർ വേറെ എങ്കേയുമേ കാണാൻ മുടിയാത്. അപ്പോൾ വീണ്ടും ഒരു പാലക്കാട് ബ്രാഹ്മണത്തിയായി ഇരിക്കുന്നതിൽ അഭിമാനം കൊണ്ടുണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തറേൻ. ഓക്കെ, താങ്ക് യു.